ഫ്രണ്ട്സ്, വെൽക്കം ടു സേറാസ് കളക്ഷൻസ്. ഞാൻ ജെസി. ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് 3 പീസ് ആൻഡ് 2 പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ്. അത് നമ്മൾ കൊണ്ടുവരാത്ത ടൈപ്പിലുള്ള കളക്ഷൻസ് ആണ്. അതായത് നമ്മളുടെ എന്താണ് പറയേണ്ടത്, കോട്ടണിനകത്ത് ഫ്രോക്ക് ടൈപ്പ് ഉണ്ട്, അല്ലാത്തതുണ്ട്. അതിനകത്ത് പിന്നെയും ചിക്കൻ കാരി വർക്കിൻ്റെ എംബ്രോയിഡറി ചെയ്ത് വന്നിട്ടുള്ള കുർത്തികളല്ല 2 പീസ് ആൻഡ് 3 പീസ് സെറ്റുകളാണ്. കുറച്ച് എന്താണ് പറഞ്ഞത്, നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലും റേഞ്ചിലും വരുന്ന കുർത്തി സെറ്റുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഓരോന്നായിട്ട് കളക്ഷൻസിലേക്ക് പോവാം കേട്ടോ. ആദ്യം ഞാൻ 3 പീസ് സെറ്റുകൾ കാണിക്കാം കേട്ടോ. ഫസ്റ്റ് സെറ്റ് ഇതാണ്. ഇതിൻ്റെതാ കുറച്ചൊരു ഫ്രോക്ക് സ്റ്റൈലാണ് വരുന്നത്. ഇതിൻ്റെ കളർ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. ഇതിനകത്ത് ഗ്രീൻ അല്ല, ഒരു ബ്ലൂ ആണ്. കുറച്ച് എടുത്ത് നിൽക്കുന്നത്. അങ്ങനെ നെക്ക് വർക്ക് നോക്കിക്കേ, ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് കണ്ടോ. നല്ല ഒരു വി നെക്കിൽ നല്ല വർക്ക് കണ്ടോ, ചിക്കൻ കാരിയുടെ വർക്കാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ ഫുള്ള് വർക്കാണ് ഇതിനകത്ത് പോകുന്നത്. എംബ്രോയിഡറി വർക്കും ആംപിട്ടിൽ വർക്കുണ്ട്. അതുകൂടാതെ കണ്ട ആംപിട്ട് വരെ വർക്കുണ്ട്. അതുകൂടാതെ ഇങ്ങനെ സ്ലീവ് വന്നിട്ട് സ്ലീവ് എൻഡിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ട. ഇതിൻ്റെ കളറ് ലൈറ്റ് ഗ്രീനിൽ വരുന്ന ഒരു കളറില്ലേ, അതാണ് കളർ കേട്ടോ. ഇങ്ങനെ വരും. ഫ്രണ്ട് ഭാഗം ഫുള്ള് വർക്കാണ്. വി ആണ് നെക്ക് വരുന്നത് കണ്ട. ഇങ്ങനെ വരും. എന്നിട്ട് താഴത്തേക്കുള്ള പോർഷൻ എന്താ നോക്കിക്കേ. താഴത്തേക്കുള്ള പോർഷനിൽ ഇതുപോലെ ഫ്രോക്ക് സ്റ്റൈലാണ്. അതിനകത്ത് ഫുള്ള് വർക്കാണ് വരുന്നത് കണ്ട. മുഴുവനും വർക്കാണ്. സ്പ്രെഡ് ചെയ്തിട്ട് മുഴുവൻ വർക്കാണ് വരുന്നത് കണ്ടോ. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ വർക്ക് കൂടി വരും. ഇത്രയും വർക്ക് ഇതിന്റെ താഴെ ഭാഗം വരെ വരുന്നുണ്ട് കണ്ടോ. ഏറ്റവും താഴെ നല്ല ഹെവി വർക്കും ഇതുപോലെ ഏറ്റവും താഴത്ത് പിന്നെ ഒരു ലൈൻസിൽ പിന്നെ ഒരു വർക്ക്. ഇത്രയും വർക്ക് ഇതിനകത്ത്, അതായത് നല്ല ഹെവി വർക്കിലാണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഈ പ്രിന്റ് മാത്രമാണ് വരുന്നത്. ലെങ്ത് ഒക്കെ നല്ല നീളമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഒരു 47 എബവ് ഒക്കെ നിങ്ങൾക്ക് ലെങ്ത് കിട്ടും കേട്ടോ. ഇതിൻ്റെ സൈസ് നമ്മളുടെ കാണിക്കുന്നത് 42 ആണ് കേട്ടോ. ഇനി ഇതിന്റെ പാൻറ് നോക്കിക്കേ. ഇതുപോലെ സിംഗിൾ കളറിലാണ് പാൻറ് വരുന്നത്. നല്ല വലിയ പാൻറ്റാണ്. നോക്കിക്കേ, 42-ന്റെ പാൻറ്റാണ് ഈ കാണുന്നത് കണ്ടോ. നല്ല സോഫ്റ്റ് കോട്ടണിലാണ് കേട്ടോ. എന്നിട്ട് ഇതിന്റെ താഴെ കണ്ടോ ഈ വർക്ക്, രണ്ട് സൈഡിലും വർക്ക് വരുന്നുണ്ട് കണ്ടോ. ലെഗ്സിന്റെ രണ്ട് സൈഡിലും വർക്ക് വരുന്നുണ്ട്. മേളിൽ നല്ല ഇലാസ്റ്റിക് ആണ്. നല്ല വീതിക്കൊക്കെ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നല്ല പിടിക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിലാണ് ഈ പാൻറ്റും ഇതും എല്ലാം ചെയ്തിരിക്കുന്നത്. പോക്കറ്റൊക്കെ ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ്. ഇവിടെ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ ഇതിന്റെയും ലെങ്ത് നമ്മൾക്ക് ഒരു 40 എബവ് ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. പാൻറ്റിന് നല്ല ലെങ്ത് കിട്ടുന്നുണ്ട്. 3 പീസ് സെറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഫുള്ള് ആ കുർത്തിയിലുണ്ടായിരുന്ന പ്രിന്റ് ഉണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെയാണ് ദുപ്പട്ടയിലും പ്രിന്റ് വരുന്നത്. ഇങ്ങനെ വരും ദുപ്പട്ട കണ്ടോ. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ടോപ്പിന്റെയും ദുപ്പട്ടയുടെയും കണ്ടോ, എല്ലാത്തിന്റെയും കൂടെ സെറ്റിന്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. നല്ല അടിപൊളി സെറ്റാണ്. നല്ല ലൈറ്റ് ഗ്രീൻ കളറിൽ നല്ല വർക്കെല്ലാമായിട്ട് വരുന്ന സെറ്റാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1190 ആണ്. ഇതിൻ്റെ നമ്മളുടെ കയ്യിൽ 42 സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. 42 ആണ് സൈസ് വരുന്നത്. ഇനി 40-കാർക്കും വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം കേട്ടോ. ചെറുതായിട്ട് ചിലപ്പോൾ മേടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ടക്കിട്ട് കൊടുക്കേണ്ട വരും, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ വേറെ ഒരു കളറും കൂടെ നമ്മളുടെ കയ്യിലുണ്ട്. ഇതാണ് കളർ വരുന്നത്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഇതുപോലെ തന്നെയാണ് വർക്കും ഇതെല്ലാം വരുന്നത്. ഇതൊരു പറയേണ്ടത്, പിങ്ക് പീച്ച് കളർ എന്നൊക്കെ പറയില്ലേ, ഈ കാണുന്ന കളർ അത് തന്നെയാണ് കളർ. നല്ല ഹെവി വർക്കാണ്. ഫ്രണ്ട് ഫുള്ള് വർക്കാണ് കണ്ട. വി നെക്ക് ലൈൻ ആണ് വന്നിരിക്കുന്നത്. വി നെക്ക് വന്നിട്ട് ഫുള്ള് വർക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. താഴത്തേക്ക് ഇതുപോലെ ഫ്രോക്ക് സ്റ്റൈലാണ്. താഴത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് വർക്ക് വരും കണ്ട. ഈ വർക്ക് താഴെ വരെ ഇങ്ങനെ പോകുന്നുണ്ട്. താഴെ കണ്ടോ, അത്രയും വീതിക്ക് വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും താഴെ ഒരു ബോർഡർ വർക്കും വരുന്നുണ്ട് കണ്ടോ.
ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. പിന്നെ ഈ കുർത്തികളിലെല്ലാം ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അതാ നല്ല സ്മൂത്ത് ആയിട്ടുള്ള തുണി കൊണ്ട് നല്ല ലൈനിങ് ആണ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത്. സ്ലീവിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ലൈനിങ് കൊടുത്തിട്ടില്ല. അത് സ്ലീവിൽ വർക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. 3/4 സ്ലീവ് വന്നിട്ട് ലോങ് പാറ്റേണിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതിന് ലെങ്തിൻ്റെ കാര്യമൊന്നും ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല, അത്രയും ലെങ്ത് കിട്ടും. ഇതാണ് വരുന്നത് കണ്ടോ. സിംഗിൾ കളറിലാണ് പാൻറ് വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പാൻറ്റിൻ്റെ ബോട്ടം പോർഷനിൽ ഇതാ വർക്ക് ഇങ്ങനെ വരും കണ്ടോ. നല്ല തിക്കായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ വരും പാൻറ്. നല്ല വീതിക്കാണ്. ഇത് 42 ആണ് സൈസ് കേട്ടോ. പോക്കറ്റ് എല്ലാം ഇതിനകത്തും അറ്റാച്ച്ഡ് ആണ്. ഞാൻ ചിലപ്പം പറയാൻ മറന്നു പോകുന്നതാണ്. എല്ലാത്തിലും പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇങ്ങനെയാണ് ദുപ്പട്ടയിലെ പ്രിന്റ് വരുന്നത്. ഇങ്ങനെ വരും. നല്ല മൽക്കോട്ടണിൽ വരുന്ന സോഫ്റ്റ് ദുപ്പട്ടയാണ് കേട്ടോ. റേറ്റ് ഇതിനും 1190 42 ആണ് നമ്മളുടെ കയ്യിൽ സൈസ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ല ഈ 40-കാർക്കും 42-കാർക്കും ഉപയോഗിക്കാം കേട്ടോ. കുത്തി നോക്കിക്ക് ഇതാണ്. ഇതിൻ്റെ വർക്കൊക്കെ ഡിഫറെൻ്റ് ആണ് കണ്ടോ. ഈ കാണുന്ന കളറാണ് വർക്ക്. ഇത് ഫുള്ള് വർക്കാണ് കേട്ടോ. ഈ കാണുന്നതെല്ലാം വർക്കാണ്. ഇതാ ക്ലോസർ വ്യൂവിൽ വർക്ക് നിങ്ങൾക്ക് കാണാമല്ലോ. നെക്ക് ഇതാ ഇങ്ങനെ വരും കേട്ടോ. അതാ നെക്കിലും വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്ക് ലൈൻ നോക്കിക്കേ, താഴെ വരെ വർക്ക് ഉണ്ട്. അതുകൂടാതെ സൈഡിലും വർക്ക് ഉണ്ട് കണ്ടോ. ഇവിടം വരെ വർക്കുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത് കുർത്തി. എന്നിട്ട് ഇതാ താഴത്തേക്ക് ഇങ്ങനെ ഫ്രോക്ക് പാറ്റേണിലാണ് വരുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ. എന്നിട്ട് ഇത് താഴേക്ക് വരുമ്പോഴത്തേക്കും എന്താ കുഞ്ഞു കുഞ്ഞു ഡിസൈനാണ് വന്നിരിക്കുന്നത് കണ്ടോ. ഈ കാണുന്നത് തന്നെയാണ് കളർ. ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ ഡിസൈനാണ് വരുന്നത്. ഫ്രോക്ക് സ്റ്റൈലാണ് കേട്ടോ. താഴെ എന്നിട്ട് നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, താഴത്തെ വർക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഹെവി വർക്കാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫുള്ള് ഫ്രണ്ട് ഭാഗം ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ജസ്റ്റ് ഇതായി ലൈസ് മാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഫുള്ള് ഇതായി ലൈസും പിന്നെ ആ വർക്കും കൂടെ ഫുള്ള് വരുന്നുണ്ട് കേട്ടോ. ഇത്രയും നീളമാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പാൻറ് കണ്ടോ. ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത്. ഇതാ ഇങ്ങനെ വന്നിട്ട് ഇതാ താഴെ വർക്ക് കിട്ടും കേട്ടോ. കണ്ടോ ഈ വർക്ക് മേളിൽ വന്ന വർക്കില്ലേ, ഇതിൻ്റെ ഈ മേളിൽ വന്ന വർക്ക് അത് അങ്ങനെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ കളറിലാണ് വരുന്നത്. ഇതുപോലെ വരും പാൻറ്. 42 ആണ് ഇതിൻ്റെ സൈസ് കേട്ടോ. എല്ലാം 42 സൈസിലാണ് നമ്മളുടെ കയ്യിൽ നിന്നുള്ളത്. നല്ല നീളമാണ് പാൻറ്റിനൊക്കെ. നമ്മൾക്ക് 40 ഒക്കെ ഈസി ആയിട്ട് ലെങ്ത് കിട്ടും. അല്ല അതുപോലെ ഇതാ കണ്ടോ, നല്ല ലൈനിങ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ദുപ്പട്ട നോക്കിക്കേ, ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ. നല്ലൊരു ഗോൾഡൻ ത്രെഡ് കണ്ടോ. ത്രെഡിൻ്റെ ഒരു വർക്കായിട്ടാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെ വരും. താഴത്തതാ ഇതുപോലെ വരും. ഇത് നല്ല ഒരു പാർട്ടി വെയർ സെറ്റാണ്. ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ. ഇതിനകത്ത് ഉള്ളിൽ ഫുള്ള് ഇതുപോലെ ചെറിയ ചെറിയ ലൈൻസ്, ഗോൾഡൻ ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കാണാൻ പാടില്ലേ. എന്നിട്ട് 92 എടുത്തുമാണ് ഇങ്ങനെ വർക്ക് വരുന്നത്. വർക്കല്ല ഇതുപോലെ അടുത്തടുത്ത് ഇങ്ങനെ ഗോൾഡൻ്റെ ലൈൻസും പിന്നെ ടാസിൽസും എല്ലാം കിട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ദുപ്പട്ടയാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് ഇട്ടുകൊണ്ട് പോകാവുന്ന ഡ്രസ്സാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1190. ഇത് നോക്കിക്കേ, ഇതാണ് നെക്സ്റ്റ് സെറ്റ്. ഇതാ നെക്ക് പാറ്റേൺ ഇങ്ങനെ വരും കണ്ടോ. ഇത് ഫുൾ ബീഡ്സ് വർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് ഫുള്ള് ഇതാ നോക്കിക്കേ, ഈ വി നെക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇതാ കണ്ടോ, ഒരു ഫ്ലാപ്പ് പോലെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ആ വി നെക്ക് ലൈൻ താഴത്തേക്ക് വരുമ്പം ഒത്തിരി അങ്ങ് ഡീപ്പായി പോകാതിരിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കണ്ടോ. അതുപോലെ ഇത് ചെറുതായിട്ട് ഒരു ഹൈ നെക്കിലാണ് വരുന്നത്. ഇതാ ഹൈ നെക്കിലാണ് വരുന്നത്. നെക്ക് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ. ഇതുപോലെ വരും നെക്ക് ബാക്ക് സൈഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഇതും ഫ്രോക്ക് സ്റ്റൈലാണ് വരുന്നത്. ഇതിൻ്റെ ഈ നെക്കിലാണ് ഇതിൻ്റെ നല്ല ഹെവി വർക്ക് വരുന്നത് കണ്ടോ. ഇങ്ങനെ നല്ല ഹെവി വർക്ക് നെക്കിൽ വരും. ഈ കാണുന്നതെല്ലാം കുറച്ച്
എംബ്രോയിഡറി കുറച്ച് എന്താണ് ബീഡ്സിൻ്റെ വർക്കും ഇതെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെ നെക്കിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ വീണ്ടും ഇതൊരു ഫ്രോക്ക് സ്റ്റൈലാണ് വരുന്നത്. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വൈറ്റ് ഡിസൈൻ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്കറിയില്ല. അത് ക്ലോസറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു വൈറ്റ് ഡിസൈൻ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഇതുപോലെ ചെറുത് ചെറുത് ഒരു ബൂട്ട പോലെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനൊരു ഡിസൈനും കൂടി ഇതിനകത്ത് ഫോളോ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നല്ല ക്ലോസറിൽ നോക്കിയാൽ കാണാം. അത് നമുക്ക് അടുത്ത് വരുമ്പം നന്നായിട്ട് കാണാം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് ദൂരെ നിന്നാണ് കാണാത്തത്. നമ്മൾ അടുത്ത് വരുമ്പോൾ ശരിക്കും ആ വെള്ള ഡിസൈൻ നമുക്ക് നന്നായിട്ട് കിട്ടും കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെ വരും. ഇതിനകത്ത് ഭംഗിക്ക് ഇതുപോലെ ഇതൊക്കെ കെട്ടിയിട്ട് കൊടുത്തത്. കെട്ടാനൊന്നും അല്ല, ഇതൊരു ഭംഗിക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്താ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ വന്ന ആ നെക്ക് ലൈനിൽ വന്ന ഡിസൈൻ ഇല്ലേ, ഈ നെക്ക് ലൈനിൽ ഒരു ഡിസൈൻ വരുന്നില്ലേ, ആ ഡിസൈൻ ഓൾമോസ്റ്റ് അങ്ങനെ വരാൻ പാകത്തിനാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത്. ഇങ്ങനെ വരും ബോട്ടം. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ്. കണ്ട, ഇങ്ങനെ വരും ഇതിൻ്റെ ദുപ്പട്ട. താഴെ വലിയ ബ്ലോക്ക് പ്രിൻസ് കിട്ടും, മേളിലേക്ക് ഇതുപോലുള്ള പ്രിൻ്റ് കിട്ടും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1050 ആണ് കേട്ടോ, 1050 കേട്ടോ. ഇതിൻ്റെ നമ്മുടെ കയ്യിൽ സൈസ് ഉള്ളത് 42 ആൻഡ് 44, 42ഉം 44 സൈസ് ഉണ്ട് കേട്ടോ. അതുപോലെ സ്ലിറ്റിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. കണ്ട, ഇങ്ങനെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ സ്ലിറ്റിൽ കിട്ടുന്നത്. അതേ ഡിസൈൻ ഇതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തും ഇങ്ങനെ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ വരും. രണ്ട് സ്ലിറ്റിലും ആ ഡിസൈൻ വരുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു എന്താ പറയേണ്ടത്, ഒരു ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഭംഗിക്കിട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നമ്മുടെ കയ്യിൽ 42 ആൻഡ് 44 സൈസാണുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1050. 2 പീസ് സെറ്റുകളാണ്. ഇതാ ഫസ്റ്റ് സെറ്റ് ഇതാണ്. കണ്ടോ, ഇതിനകത്തും ഇതുപോലെ നോക്കിക്കാൻ നല്ല ഹെവി വർക്കാണ്. കണ്ടോ, ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. നെക്ക് ഇങ്ങനെ വന്നിട്ട് ഇത് ഫുള്ള് വർക്കാണ്. കണ്ടോ, ഇതാണ് നെക്കിലെ വർക്ക്. അതുകൂടാതെ ഈ നെക്കിൽ കണ്ടോ, ഇവിടെ ഒരു നടുക്ക് പോർഷനിൽ ഒരു എന്തോ പോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അത് കഴിഞ്ഞിട്ടാണ് സൈഡിൽ ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറി വർക്ക് നിറച്ച് വരുന്നത്. അതിങ്ങനെ താഴെ വരെയും പോകുന്നുണ്ട്. പിന്നെ സ്ലിറ്റിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഫുൾ നല്ല ചിക്കൻ കറിയുടെ വർക്കാണ് കിട്ടുന്നത് കേട്ടോ. ബാക്ക് സൈഡിലും സ്ലീവ്സ് നോക്കിക്കേ. സ്ലീവിൻ്റെ ഇവിടെ വർക്ക് ഉണ്ട്. അതുപോലെ സ്ലീവ് ഫുള്ള് വർക്ക് ഉണ്ട്. സ്ലീവ് എൻഡിലും വർക്ക് വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് കുർത്തി വരുന്നത്. വർക്കുണ്ട്, താഴെയും വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ വരും വർക്ക്. 42 ആണ് ഇത് നമുക്ക് സൈസ് വരുന്നത്. 2 പീസ് സെറ്റാണ് കേട്ടോ. പാൻറ് ഇതാണ് വരുന്നത്. ഇങ്ങനെ വരും പാൻറ്. ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് 950 ആണ് കേട്ടോ. 950 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ സൈസ് 42 ആണ്. നെക്സ്റ്റ് വരുന്ന 2 പീസ് സെറ്റാണ്. ഈ കാണുന്നതാണ് നെക്സ്റ്റ് വരുന്ന 2 പീസ് സെറ്റ് കേട്ടോ. അതാ നോക്കിക്കേ, വർക്ക് നോക്കിക്കേ. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. നിങ്ങൾക്ക് വർക്ക് നന്നായിട്ട് ക്ലോസറിൽ കാണാമോ എന്ന് നോക്കിക്കേ. ഇങ്ങനെയാണ് നെക്ക് വർക്കായി കാണുന്നത്. ഇങ്ങനെ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചിക്കൻ കറിയുടെ വർക്ക് കണ്ടോ. ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കേട്ടോ. നിറയെ വർക്കാണ്. നെക്ക് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു വി കട്ടിങ് ഉണ്ട്. ഉണ്ടോ, നിവർത്ത. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. ഇങ്ങനെയാണ് നെക്ക് ലൈനിലെ വർക്ക് വരുന്നത്. കണ്ടോ, ഇത് ഫുൾ ത്രെഡിൻ്റെ വർക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ സിത്താര വർക്കും കൂടെ ഉണ്ട്. ഇതിൽ കാണുന്നതിൻ്റെ ഇരട്ടി ഭംഗിയുണ്ട് നേരെ കാണാൻ കേട്ടോ. അത്രയ്ക്ക് നല്ല കുർത്തിയാണിത് കേട്ടോ. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ക്ലോസറിൽ നിങ്ങൾക്ക് എന്തോരം കാണാൻ പറ്റുമെന്ന് നോക്കിക്കോളുക. ഇങ്ങനെ വരും. നല്ലൊരു പിങ്കിഷ് കളറാണ് കേട്ടോ. എന്നിട്ട് ഈ തുണി കണ്ടോ, ഇങ്ങനെ ഇതിനകത്ത് ഫുള്ള് ഇങ്ങനെ വർക്കാകണ്ടോ. ഇങ്ങനെ താഴെ വരെ വർക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും താഴെ വരുമ്പം ഇങ്ങനെ വർക്ക് വരുന്നു.
ഇതിനകത്തൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു സിത്താര വർക്കും കൂടെ ഉണ്ട്. അതും കൂടെ ഇങ്ങനെ മിന്നി മിന്നി നിൽക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ കാണുന്നതിൻ്റെ ഇരട്ടി ഭംഗിയുണ്ട് നമുക്കിത് നേരെ കാണുമ്പോൾ കേട്ടോ. വീഡിയോയിൽ ഇത് അത്രയൊന്നും കിട്ടുന്നില്ല ഈ ഒരു വർക്കിൻ്റെ ഭംഗി. അത് കൂടാണ്ട് ഇതാ ഒരു കുഞ്ഞു കുഞ്ഞു കണ്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾക്ക് ഈ സിത്താര വർക്ക് ഉണ്ട്, ഈ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു കുഞ്ഞ് പിങ്ക് ബീഡ്സിൻ്റെ കൂടെ വർക്ക് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വർക്കാണ് ഇതിൻ്റെ കേട്ടോ. ആൺപിറ്റിലെ വർക്കാണ് ഈ കാണുന്നത്. അതുപോലെ ഇത് ഇവിടെ ഫുള്ള് ഇതാ ഇങ്ങനെ ഒരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. കണ്ടോ, ഇതാണ് മെറ്റീരിയൽ വരുന്നത്. ഫുള്ള് വർക്ക് വരുന്ന മെറ്റീരിയലാണിത്. എന്നിട്ട് കണ്ടോ ആംസിൽ ഈ സ്ലീവിൽ നോക്കിക്കേ വർക്ക് നിങ്ങൾക്ക് കാണാമോ? വിട്ടിട്ട് ഇങ്ങനെ ഓരോ വർക്കുകൾ കണ്ടൂടെ? എന്നിട്ട് ഇതാ സ്ലീവ് എൻഡ് നോക്കിക്കേ, അതാ ഇങ്ങനെ ഹെവി വർക്കാണ് സ്ലീവ് എൻഡിൽ. ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കേട്ടോ. ലാർജാണ് സൈസ് ഇത് നമ്മുടെ കയ്യിലുള്ളത്. ക്രീമിനകത്ത് തന്നെയാണ് പാൻറ്റ് വരുന്നത്. എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇതാ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ താഴത്ത്. ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത്. അടിപൊളി സെറ്റ് എന്ന് വെച്ചാൽ അടിപൊളി സെറ്റാണ്. 950 ആണ് ഇതിൻ്റെ റേറ്റ്. നമ്മളുടെ കയ്യിൽ വേറെ സൈസസ് ഒന്നുമില്ല. ഇതിൻ്റെ ആകെപ്പാട് നമ്മളുടെ കയ്യിലുള്ളത് എൽ സൈസ് മാത്രമാണ്. ഇത് ലാർജിനും മീഡിയത്തിനുമാണ് പറ്റുള്ളൂ കേട്ടോ. വേറെ ആർക്കും ഇത് പറ്റൂല. ഈ വർക്ക് നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയാനും വയ്യ. ഇനി ഇപ്പം ഞാൻ കാണിച്ചിട്ട് ഇതാ ഒരു 6ഉം 48ഉം വരെ ഉള്ളവർക്ക് പറ്റും. സെയിം വർക്കാണ് കണ്ടോ. ബ്ലൂ കളറാണെന്ന് മാത്രമേ ഉള്ളൂ. വർക്കിനൊന്നും ഒരു വ്യത്യാസമില്ല. സെയിം നല്ല അടിപൊളി വർക്കാണ് കണ്ടോ. ഇത് നമുക്കിങ്ങനെ ഈ വല്ല പള്ളിയിൽ അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല ഡീസൻറ്റ് ലുക്കാണ് ഇതിന്. മെറ്റീരിയലിൽ ഫുള്ള് ഇതായി വർക്കാണ് വരുന്നത്. വൈറ്റ് തന്നെ കണ്ടോ. ഇങ്ങനത്തെ മെറ്റീരിയലാണിത്. എന്നിട്ട് താഴത്തേക്ക് ഇതാ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് വർക്ക് വന്നിട്ട് ഏറ്റവും താഴെ വരുമ്പോൾ എന്താ ഇതുപോലെ കണ്ടോ. ഈ സ്പ്രെഡ് ചെയ്ത വർക്ക് താഴെ വരെ കിട്ടും കേട്ടോ. ഇതാ താഴെ ഇതുപോലെ നല്ല ഹെവി വർക്കും കിട്ടും. ഇത് 48 ഒക്കെ സൈസ് ഉള്ളവർക്കും ഇത് പാകാവും കേട്ടോ. 46, 48 അങ്ങനെ ലാർജ് സൈസ് വേണ്ടവരുടെ സൈസാണ് ഇത്. സ്ലീവിലെ വർക്കാണ് ഈ കാണുന്നത് കണ്ടോ. നെക്ക് ലൈൻ കഴിഞ്ഞിട്ട് അതായത് സ്ലീവിലെ വർക്ക് വരും. എന്നിട്ട് ഇത് സ്ലീവിൽ ഇതുപോലെ ചെറിയ ചെറിയ ചിക്കൻ കാരിയുടെ ഇതുപോലത്തെ വർക്കുകൾ വരും, സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇത് സ്ലീവ് എൻഡിൽ നല്ല ഹെവി വർക്ക് താഴെ കുർത്തിയുടെ താഴെ കിട്ടുന്ന വർക്കില്ലേ അതുപോലെ സ്ലീവ് എൻഡിലും വർക്കുണ്ട്. നല്ല വലിയ സൈസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ ആ പാൻറ്റിൻ്റെ സൈഡിൽ ഇതാ കണ്ടോ ഏറ്റവും താഴെ ഭാഗം വരുമ്പോൾ എന്താ ഇതുപോലെ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. ലെഗ്സിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ഇതുപോലത്തെ ഒരു വർക്ക് രണ്ട് വർക്ക് കണ്ടോ. കയ്യിൽ ഇന്നത്തേതിൽ ഇത് ലാസ്റ്റാണ്. ഇതും 2 പീസ് സെറ്റാണ്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ വർക്കും ഇതുമൊക്കെ നോക്കിക്കോളൂ. അതായത് മേളിലെ വർക്ക് ഇതാ ഇങ്ങനെ വരും. മുഴുവൻ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. എന്നിട്ട് സൈഡിൽ ഇതാ ഇങ്ങനെ വർക്കും വരും. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഡബിൾ XL ആണ് സൈസ് കേട്ടോ. 44 ഡബിൾ XL ആണ് സൈസ് വരുന്നത്. ഇതാ വർക്കൊക്കെ നോക്കിക്കോളൂ. ഫുള്ള് എംബ്രോയ്ഡറി വർക്കാണ് കണ്ടോ. ഹെവി എംബ്രോയ്ഡറി വർക്കാണ് ഇതിൻ്റെ ബോഡി ഫുള്ള്. അതുകൂടാതെ നെക്ക് ലൈനിൽ ഇതാ ഇങ്ങനെ ഒരു വർക്കും കൂടെ കിട്ടുന്നുണ്ട് കണ്ടോ. ക്ലോസറിൽ ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് താഴത്തേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ നെക്ക് കഴിഞ്ഞിട്ട് നെക്ക് ലൈൻ ഇവിടം വരെ വരും കണ്ടോ. അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഇതാ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് നമുക്ക് വർക്ക് കിട്ടുക. ഇങ്ങനെ പോയിട്ട് ഏറ്റവും താഴെ വരുമ്പം ഈ വർക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് ഏറ്റവും താഴെ. ഹെവി വർക്ക് വരുന്ന പാർട്ടി വെയർ ടൈപ്പ് കുർത്തികളാണ് ഇതൊക്കെ കേട്ടോ. ഹാൻഡ്സ് ഇതുപോലെ എന്താണ് പറയേണ്ടത് വർക്ക് വരുന്നില്ല. ഇവിടെ കഴിഞ്ഞിട്ട് ബോഡി ഫുള്ള് വർക്കാണ്. സ്ലീവിൽ വർക്ക് വരുന്നില്ല. അത് ആ സ്ലീവ് എൻഡിൽ വീണ്ടും നമ്മൾ ഏറ്റവും താഴെ കണ്ട വർക്കില്ലേ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും താഴെ വരുന്ന വർക്കില്ലേ ഈ വർക്ക് ഇത് നമ്മളുടെ സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും കുർത്തി.
ഇനി ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഇതാണ് കണ്ട. 44 ആണ് ഞാൻ സൈസ് എന്ന് പറഞ്ഞല്ലോ. ഇതാ എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത് പാൻറ്റിൻ്റെ താഴെ ഭാഗം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് ഇതുപോലത്തെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പാൻറ്റിന് നല്ല നീളമെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. 950 ആണ്. പക്ഷേ ഇനിയിപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇതാ ഈ പാൻറ്റ് നോക്കിക്കോളൂ. ഇതിനകത്ത് ഒരു ചെറിയ ഡാമേജ് വന്നിട്ടുണ്ട് കണ്ട. നിങ്ങൾക്ക് കാണരുത്. ഇത് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. അതായത് നമ്മളിത് ഇടുമ്പം കുർത്തി താഴെ കിടക്കും കേട്ടോ. കണ്ടോ, ഇവിടെ ഈ പോർഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇവിടെ അതായത് ഇത് നമ്മൾക്ക് കുർത്തി കവർ ചെയ്ത് പോകുന്ന പോർഷനിലാണ്. ഇവിടെയാണ് ഇതിൻ്റെ പ്രോബ്ലം. കണ്ടോ, നിങ്ങൾക്ക് നീളം കാണാൻ വേണ്ടിയിട്ട് വെച്ച് കാണിച്ചത്. അതായത് ഇതിൻ്റെ താഴത്തേക്ക് നമ്മളുടെ കുർത്തിയുടെ ലെങ്ത് ഇങ്ങനെ വരുമല്ലോ ഇവിടം വരെ. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗത്താണ് ഈ ഒരു പറയേണ്ടത്, ഇതെന്തോ വലിച്ചപ്പോഴോ എന്തോ ഒരഞ്ഞിട്ട് ഒരു 1-2 ഹോൾസ് വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രോബ്ലം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് എന്തെങ്കിലും ഈ സെയിം ത്രെഡ് വെച്ചിട്ട് ഒന്ന് തയ്ച്ച് ചെറുതായിട്ട് അവിടെ ഒന്ന് ഡാൻ ചെയ്ത് ചെറുതായിട്ട് എടുത്താൽ ഇത് അറിയുക പോലും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം ത്രെഡ് വെച്ചിട്ട് കണ്ട ഇതാണ് പ്രോബ്ലം. ഇത് ഉള്ളിൽ പോകുന്ന പോർഷനാണ് കണ്ട. ഇത് ഞാനിത് ബോംബെയിൽ നിന്ന് വരുത്തിയ കുർത്തിയാണ്. അപ്പോൾ നമ്മൾക്കിത് ഇവിടെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇത്. പിന്നെ ഇപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതിപ്പം കുറച്ച് ഡിസ്കൗണ്ടിൽ ഇടുവാണ്. ഇത് 950 കുർത്തിയാണ്. ഞാനിതിപ്പം വെറുതെ പറയേണ്ടത് ഒരു 825 ഇട്ടേക്കണത് കേട്ടോ. 825 ഞാനിപ്പോൾ ഇതിട്ടിരിക്കുന്നത്. ഇതിന് ഇത്രയും ഉള്ള പ്രശ്നമേ ഉള്ളൂ. ഇവിടെ വരുന്ന ഈ ഒരു 2 കുഞ്ഞു ഹോൾസാണ്. അത് നിങ്ങൾക്ക് തന്നെ ഒന്ന് കൈ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് തുന്നി കണ്ടോ. ഈ ഒരു പോർഷനിലാണ് വരുന്നത് കണ്ടോ. അതായത് നമ്മളുടെ ഈ ഒരു ഭാഗത്തിന് മുന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കത് ചെറുതായിട്ടൊന്ന് തയ്ച്ചപ്പോൾ അറിയില്ലെങ്കിൽ ഇപ്പോൾ ആരുടെയെങ്കിലും തയ്യൽക്കാരുടെ കൈ കൊടുത്താലും അവർ 2 ഈ സെയിം ത്രെഡ് ഇട്ടിട്ടൊന്ന് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 825 രൂപ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത്രയും പൈസ കുറച്ചിട്ടിരിക്കുന്നത് കേട്ടോ. 950 ഞാനിപ്പം വെറും 825 ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ കയ്യിലുള്ള 2 പീസ് ആൻഡ് 3 പീസ് സെറ്റുകളുള്ളത്. എല്ലാം നല്ല പറയേണ്ടത് പ്രീമിയം ക്വാളിറ്റിയിലും പ്രീമിയം മെറ്റീരിയലിലും റേഞ്ചിലും വരുന്ന കുർത്തികളാണ്. എന്നാലും നമ്മൾക്ക് ഏറ്റവും മാക്സിമം കുറച്ച് എത്ര ഇടാമോ അത്രയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇത്രയും ഹെവി വർക്ക് വരുന്ന കുർത്തികളാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പം പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ബുക്ക് ചെയ്തോളാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.